ഹായ്, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ തമ്മനം പള്ളിനടയിൽ ഞങ്ങൾ ചെയ്തിട്ടിരിക്കുന്ന വർക്കാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ പർഗോളയ്ക്ക് ഗ്ലാസ് ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. ബാ, നമ്മുടെ ക്രെയിൻ ചേട്ടൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ക്രെയിനുമായിട്ട് നമ്മുടെ ചേട്ടൻ എത്തിയിട്ടുണ്ട്, ഗ്ലാസും വണ്ടിയും എത്തിയിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ സംഭവിക്കാത്തതാണ്. ഒന്നെങ്കിൽ ക്രെയിൻ നേരത്തെ വന്ന് കിടക്കും, അല്ലെങ്കിൽ ഗ്ലാസ് വേണ്ടി താമസിച്ച് വരും. ഇത് ഏകദേശം പറ്റേ രണ്ട് ടീമും കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴാണ് മഴ പെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ പിടപെടയെന്നും പറഞ്ഞ് പരിപാടി നീക്കുകയാണ്. ഞാനും നമ്മുടെ ജെയ്സൺ സാറും കൂടിയാണ് ഇതിൻ്റെ പരിപാടി ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ ഞങ്ങൾ റോപ്പൊക്കെ ഇട്ട് താഴത്തെ മുകളിലും ഗ്ലാസ് ആയതുകൊണ്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് തന്നെ നമ്മുടെ ഒരു സ്പോഞ്ച് പോലത്തെ സാധനമൊക്കെ വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്യണതാണ് കേട്ടോ. ടൈറ്റ് ചെയ്ത് ഞങ്ങളത് ക്രെയിനിലൊന്ന് ഹോൾഡ് ചെയ്യാനുള്ള പരിപാടിയാണ് ആദ്യം തന്നെ നോക്കണത്. നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇലക്ട്രീഷ്യൻ്റെ ടീമൊക്കെ ഉണ്ട് കേട്ടോ. ഞാനും ജെയ്സൺ സാറും കൂടി ഇച്ചിരി റിസ്ക്കുള്ള പരിപാടിയാണ് സംഭവം. ഏകദേശം ഒരു 10,000 രൂപ വിലയുണ്ട് ഈ ഗ്ലാസ്സിന്. 12 mm ഗ്ലാസ്സാണ്. അപ്പോൾ ഇത് പൊട്ടാണ്ട് മുകളിൽ കയറ്റാവുന്നൊരു ചെറിയ റിസ്ക് ഞങ്ങളും എടുത്തിട്ടുണ്ട്. കാര്യം ഞങ്ങൾ ആദ്യം ഇത് നമ്മുടെ ലേബേഴ്സിനെ നിർത്തി മുകളിലോട്ട് എടുപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് അവർക്ക് ഇച്ചിരി ഒരു ടെൻഷൻ ആയതുകൊണ്ട് അവർ ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ എടുത്തിട്ടാണ് ഞങ്ങൾ ക്രെയിൻ വഴി മുകളിലോട്ട് കയറ്റാനുള്ള ഒരു പരിപാടി. അപ്പോൾ ഏകദേശം ഞങ്ങൾ ടൈറ്റ് ചെയ്ത് ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കനെ നമ്മുടെ വണ്ടിയിൽ നിന്ന് ഗ്ലാസ് താഴ്ത്താട്ട് ഇറക്കാണ്ട് തന്നെ ദോസ്ത് വണ്ടി പതുക്കനെ ഒന്ന് ഫ്രണ്ടിലായിട്ട് എടുത്തിട്ട് ഞങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്തിയാണ് കേട്ടോ. ഓക്കെ, ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം വണ്ടിയിൽ നിന്ന് ലോഡ് എടുക്കാൻ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് സ്ലിപ്പാകാൻ ചെറിയൊരു ചാൻസ് ഉണ്ടാകുന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ഏകദേശം ഓക്കെയാണ്. അങ്ങനെ ഞങ്ങൾ പതുക്കനെ ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തിയാണ്. ഇനി പതുക്കനെ 4 സൈഡും കയറൊക്കെ കെട്ടി ഒന്ന് ടൈറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കയറ് കെട്ടണം നമ്മുടെ ക്രെയിൻ്റെ ടീമാണ് കേട്ടോ. അടിപൊളി ടീമാണ് കേട്ടോ. എല്ലാം അടിപൊളിയായിട്ട് പക്കയായിട്ട് എല്ലാം പുള്ളിക്കാരനാണ്. ഞാൻ ചോദിച്ചായിരുന്നു, ഇപ്പോൾ ഇത്ര മുകളിലായിട്ട് കയറ്റുമ്പോൾ തട്ടാനും മുട്ടി ഇങ്ങനെ പൊട്ടുകയെന്നൊക്കെ ഒരു ഞങ്ങൾക്ക് ചെറിയ ടെൻഷനുണ്ട്. ഇതിലും പുള്ളിക്കാരൻ ഞാൻ ഓക്കെയാണ്, പടപടയെന്ന് പറയും പരിപാടി നീക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലാസ്സൊക്കെ 4 സൈഡും കെട്ടി ആട്ടം പിടിക്കാൻ വേണ്ടിയിട്ടേ എല്ലാം ഒന്ന് കെട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജെയ്സൺ സാറിന് ചെറിയ ഡൗട്ടൊക്കെ ഉണ്ട്, മുകളിൽ നിന്ന് സ്ലിപ്പാവുക എന്നൊക്കെ അങ്ങനെ ഒരു ചെറിയൊരു കൺഫ്യൂഷനും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പുള്ളിക്കാരൻ പറയാം, അങ്ങനെയൊന്നും വരികയൊന്നുമില്ല, പൊട്ടിക്കഴിഞ്ഞാൽ എന്തായാലും താഴ്ത്തുണ്ടാവില്ല, പേടിക്കാനൊന്നും ഇല്ലെന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മുകളിലോട്ട് കയറ്റാനുള്ള പരിപാടി സക്സസ് ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ ഏകദേശം കെട്ടി സംഭവം ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി പതുക്കനെ ഞങ്ങളൊന്ന് ക്രെയിൻ വഴി ഒന്ന് പതുക്കനെ മുകളിലോട്ട് മൂവ് ചെയ്യാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. പതുക്കനെ കയറ്റിക്കൊണ്ട് ടെൻഷൻ പിടിച്ച പരിപാടിയാണ്. മുകളിൽ കയറി കെട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. പതുക്കനെ മുകളിലോട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെയാണ് സംഭവം. പതുക്കനെ മുകളിലോട്ട് കയറ്റിയിട്ടും വല്ല കുഴപ്പമൊന്നുമില്ല, കയറൊന്നും സ്ലിപ്പായിട്ടൊന്നുമില്ല. അത് നമ്മുടെ പള്ളിനടയിലാണ് കേട്ടോ ഈ വീട് വരുന്നത്. ഏകദേശം ഒരു 5000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കാം കേട്ടോ. നമ്മുടെ പ്ലാനറ്റ്സ് ഗ്രൂപ്പാണ് കേട്ടോ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഡിസൈനും ആർക്കിടെക്റ്റും എല്ലാം ചെയ്തിരിക്കുന്നത്. വർക്ക് ഞാൻ തന്നെ ചെയ്തത്. അപ്പോൾ പതുക്കനെ കയറ്റാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ വീടിൻ്റെ ടൈലിൻ്റെ വർക്ക് നടപ്പുണ്ട്, പെയിൻറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നടന്നിട്ടിരിക്കുകയാണ്. പിന്നെ ഇൻറ്റീരിയറിൻ്റെ നല്ല അടിപ്പനൊരു വീടാണ്. അതിൻ്റെ ഐഡിയ ഒക്കെ നമ്മുടെ വീടിൻ്റെ ഓരോ വർക്ക് അനുസരിച്ച് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഞങ്ങൾ 2nd ഫ്ലോറിൻ്റെ മുകളിൽ അങ്ങനെ ഗ്ലാസ് എത്തി. ഓക്കെയാണ്. ഞങ്ങളുടെ കുറേ ഐഡിയയും കാര്യമൊക്കെ വെച്ചിട്ട് ഞങ്ങൾ മുകളിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ജെയ്സൺ സാറാണ് കേട്ടോ ഇതിൻ്റെ നേതൃത്വം നൽകുന്നത്. പുള്ളിക്കാരൻ്റെ ഐഡിയയിലാണ് സംഭവം ചെയ്യണത്. പുള്ളിക്കാരൻ നമ്മുടെ ലോക്കോ പൈലറ്റാണ് കേട്ടോ, റെയിൽവേല. പുള്ളിക്കാരൻ ഇപ്പോൾ ക്രെയിൻ വെച്ച് കുറേ പരിപാടിയൊക്കെ ചെയ്തേക്കണതുകൊണ്ട് പുള്ളിക്കാരൻ ഇപ്പോൾ അങ്ങനെ ഐഡിയ ഉണ്ട്. അതുകൊണ്ട് പിന്നെ അധികം ടെൻഷനില്ല. എങ്കിലും ഇപ്പോൾ മുകളിലെത്തിയപ്പോൾ പകുതി ആശ്വാസമായിട്ടുണ്ട്. എങ്കിലും ഒന്ന് പതുക്കനെ ഒന്ന് എടുത്ത് താഴ്ത്താട്ട് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ മാറുള്ളൂ. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ കട്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇതിൽ ഉൾപ്പെട്ടാക്കണമുണ്ട്. ഞാൻ സഹായിക്കാൻ ഇടയ്ക്കിടയ്ക്ക് മാറേണ്ടി വരും. എപ്പോഴും വീഡിയോ എടുത്തുകൊണ്ട് അതിൻ്റെ അതാണ് ഫുള്ളായിട്ട് വരാത്ത കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ടാണ് കട്ട് ചെയ്യണത്. അപ്പോൾ അതേ കയറൊക്കെ ഒന്ന് പിടിച്ചു കൊടുത്ത് ഒന്ന് നമ്മുടെ അകത്താട്ട് വെക്കാനുള്ള പരിപാടിയാണ്. ഇത്ര മുകളിലായതുകൊണ്ട് പുള്ളിക്കാരൻ അതിൻ്റെ അകത്തിരിക്കണമുണ്ട്, പറയണ മനസ്സിലാകണില്ല. അപ്പോൾ ഇപ്പോൾ പതുക്കനെ താത്താനുള്ള പറഞ്ഞിട്ട് താത്തനുണ്ട് പുള്ളിക്കാരൻ. പതുക്കനെ അകത്താട്ടിറക്കി വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ പലകയൊക്കെ നേരത്തെ തന്നെ കൊണ്ടുവന്ന് എടുത്ത് വെച്ചായിരുന്നു, നമ്മുടെ കൈ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പലകയിൽ കൊണ്ടുവന്ന് പതുക്കനെ ഒന്ന് ലാൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 80% വർക്ക് ഓക്കെ ആവും. ഏകദേശം ഒരു കുഴപ്പമില്ല. സാധനം പതുക്കനെ ഞങ്ങൾ കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സൈഡ് കറക്റ്റ് ഗ്യാപ്പാണേ. ഏകദേശം ഇതിൻ്റെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മീറ്റർ നീളമുണ്ട് ഗ്ലാസ്സിന്. അതുകൊണ്ട് പതുക്കനെ കൊണ്ടുവന്ന് ഇറക്കണം.
ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളു. അപ്പോൾ അതൊക്കെ ഞാനും കൂടി ഒന്ന് ഇടയ്ക്കൊന്ന് സഹായിച്ച് കൊടുക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ പതുക്കനെ ഇറക്കി വെക്കാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ അങ്ങനെ ഇറക്കി വെച്ച് കേട്ടോ, താഴത്ത് ഇറക്കി വെച്ച് ഇനി പതുക്കനെ ഞങ്ങൾ കയറൊക്കെ ഒന്ന് അഴിച്ചഴിച്ച് മാറ്റുന്നതാണ് കേട്ടോ. കയറൊക്കെ അഴിച്ച് മാറ്റിയിട്ട് പതുക്കനെ പർഗോളയിലോട്ട് സെറ്റ് ചെയ്യണം. അതാണ് ഇനി അടുത്ത ടാസ്ക്. അപ്പോൾ ക്രെയിൻ്റെ ലോഡയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ക്രെയിൻ പതുക്കനെ ലൂസ് ചെയ്തിട്ട് നമ്മുടെ റോപ്പൊക്കെ അഴിച്ച് മാറ്റാനുള്ള പരിപാടിയാണ്. ജെയ്സ് സാറിന് ഇപ്പോൾ ചെറിയ സന്തോഷമൊക്കെ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇത്ര നേരം ടെൻഷനിൽ നിൽക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് മോളിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി ആശ്വാസമായി. കാരണം ഇതിൻ്റെ ഓണർ ഇവിടെ ഇല്ലേ, ഓണർ കൊല്ലത്തുള്ളതാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ റിസ്ക്കിലാണ് ഈ സംഭവം ചെയ്യണത് കേട്ടോ. പുള്ളിക്കാരൻ ഹാപ്പി ആയി, ഇപ്പോൾ ചാടി കയറി എല്ലാം ഓക്കെ ആയി. ടെൻഷനായിരുന്നു പുള്ളിക്കാരന് കേട്ടോ. ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. പതുക്കനെ നമ്മൾ ക്രെയിൻ്റെ അത് ലൂസ് ചെയ്ത് ഓരോന്നിരുന്ന് അഴിക്കാനുള്ള പരിപാടിയാണ്. ഞാനും കൂടി ഒന്ന് സഹായിച്ച് കൊടുക്കട്ടെ കേട്ടോ അവരെ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അതഴിച്ച് കൊണ്ടുവന്ന് പർഗോളയിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വെച്ചേക്കാനാണ്. ഇനി ഒന്ന് സിലിക്കോണൊക്കെ ഇട്ട് ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് ഓക്കെ ആക്കാനുണ്ട്. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്ന് വെച്ചാണ് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ഞങ്ങൾ കുറച്ച് ഹൈറ്റിലാണ് ചെയ്തേക്കണത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വർക്കൊക്കെ നടന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ടൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പരിക്കൻ ആദ്യം ഇട്ട് ലെവൽ ചെയ്തിട്ട് പശയിലാണ് ടൈൽ ഫിക്സ് ചെയ്യണത് കേട്ടോ. ഡബിൾ ഹൈറ്റ് വന്ന വീടാണ്. ഇനി ഞാൻ മറ്റേ പർഗോള ഇട്ടേക്കണത് താഴത്തുനിന്നുള്ള സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അതിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം. നമ്മുടെ സൈഡിലും വീടിൻ്റെ പർഗോള വന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റെപ്പിൽ മറ്റേ വുഡിൻ്റെ വർക്ക് ചെയ്യാനുള്ളതാണ്, അതിൻ്റെ സ്റ്റെപ്പാണ് ഇപ്പോൾ ചെയ്തേക്കണത്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ടോ? ഒരു കമൻറ്റൊക്കെ ഇടണം കേട്ടോ അടിപൊളിയായിട്ടുണ്ടെങ്കിൽ. ആദ്യമായിട്ടുള്ള വീഡിയോ കൊണ്ട് ചെറിയ തെറ്റൊക്കെ ഉണ്ടാവും. ഇനി താഴത്ത് ഒന്നുകൂടി ഇറങ്ങിയിട്ട് ഞാൻ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ടൈലിൻ്റെ പണിയാരൊക്കെ ഹിന്ദിക്കാരാണ്. അപ്പോൾ അവർ നോക്കണുണ്ട് എന്താണ് ഇവൻ കാണിക്കണമെന്നൊക്കെ ആലോചിച്ച് നോക്കണുണ്ട്. അവിടെ എല്ലാവരും കൂടി പരിക്കനൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് ലെവൽ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ വീടിൻ്റെ ഒരു കോട്ടയാടും കൂടിയുണ്ട്, ചെറിയ കോട്ടയാടാണ് കേട്ടോ. അതിൽ ഡിസൈൻ വർക്ക് ഒരു പൈപ്പിൻ്റെ പരിപാടിയൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ടോ? ഓക്കെ, ബൈ.